Hello students, welcome to the class of real analysis. Okay, so again നമ്മൾ theorem state ചെയ്തിരിക്കുന്നത്. Let n equal to 1, 2, 3 etc. be sequence of countable sets and S is equal to union n equal to 1 to infinity n, then S is countable. That means suppose we have sequences e1, e2, e3 etc. And when you consider union of these all elements from all these sequence, then we need to prove that that set, union set is countable. Okay. അതായത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ് ഈസ് കൗണ്ടബിൾ. സിംപ്ലി സ്പീക്കിംഗ് ഇതിൻ്റെ മീനിങ് എന്തുകൂടിയാണ്? കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ് ഈസ് കൗണ്ടബിൾ. Countable sets is countable. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത് നോക്കാം. പ്രൂഫ്. സോ ലെറ്റ് സീക്വൻസ് എ എൻ ബി സീക്വൻസ് ഓഫ് കൗണ്ടബിൾ സെറ്റ്സ്. സോ നോക്കൂ, അപ്പോൾ ഓരോ ഇ എന്നുകളും കൗണ്ടബിൾ ആണ്. സോ സിൻസ് E1 ഈസ് കൗണ്ടബിൾ, ബൈ ഡെഫിനേഷൻ elements of E1 can be considered as sequence of distinct n-ways. So E1 countable ആയതുകൊണ്ട് E1നെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സം x11, x12, x13 എക്സെട്ര. ഈ 11, 12 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള കാരണം E1നെ നമ്മൾ x1, x2, x3 എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ E2നെ ഞാൻ y1, y2, y3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സും വൈകളും കൂടി ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. പിന്നെ അറേഞ്ച്മെൻറ്റ് എങ്ങനെ എടുക്കണം എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ E1നെ x111, x11, 12, 13 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് അഗെയിൻ സിൻസ് E2 ഈസ് കൗണ്ടബിൾ, E2 കൗണ്ടബിൾ ആയതുകൊണ്ട് E2 ക്യാൻ ബി റിട്ടൺ ആസ് സീക്വൻസ് ഓഫ് എൻട്രീസ് ദാറ്റ് ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് x21, x22, x23 എക്സെട്ര. ഒരു മെട്രിക്സ് അറേഞ്ച്മെൻറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു എക്സെട്ര. സിൻസ് En ഈസ് കൗണ്ടബിൾ, En കൗണ്ടബിൾ ആയതുകൊണ്ട് En എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? xn1, xn2 എക്സെട്ര ആൻഡ് എക്സെട്ര. ദർ ആർ സീക്വൻസ് ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് ആയതുകൊണ്ട് എന്നിൽ നിൽക്കാൻ പാടില്ല. സോ En കഴിഞ്ഞിട്ടും അത് ഇനിയും ഉണ്ട്. ദേ ആർ ആൾസോ കൗണ്ടബിൾ. ഓക്കെ, നൗ വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് S is equal to, take S is equal to union n equal to 1 to infinity En, and that is that ഇതിൻ്റെ അർത്ഥം എന്താ? യു ടേക്ക് ഓൾ ദി എലമെൻറ്റ്സ് ഫ്രം ദീസ് ഓൾ EIs. അപ്പോൾ ഏതെല്ലാം എടുക്കണം? x11, x12, x13 എക്സെട്ര ആൻഡ് x21, x22, x23 എക്സെട്ര, x31, x32, x33 എക്സെട്ര, all xn1, xn2 etc. and all etc. So these all elements, union of all these elements is called this capital S. We need to prove that this capital S is countable. So our claim is capital S is countable. Okay. So in order to prove capital S is countable, we have to find out some enumeration of these elements. ഇതിനെ നമുക്ക് പെർട്ടിക്കുലർ രീതിയിൽ ഇപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നമുക്ക് ഓരോ എലമെൻറ്റ് പൊസിഷൻ എത്രാമത്തെയാണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് നമുക്ക് x11 എന്ന് പറയാം. വാട്ട് ഈസ് ദ സെക്കൻഡ് എലമെൻറ്റ്? x12. ആൻഡ് വാട്ട് ഈസ് ദ 60th എലമെൻറ്റ്? കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. വാട്ട് ഈസ് എ 100th എലമെൻറ്റ്സ്? കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ ഇനീഷ്യൽ കേസസിൽ പിന്നെയും പറയാം, കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ എത്രാമത്തെ പൊസിഷനിലുള്ള എലമെൻറ്റാണെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെ ഒരു എന്യൂമറേഷനാണ് നമ്മൾ ഈ സെക്ഷനിൽ നിന്നും കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു എസ് കൗണ്ടബിളാണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എസ്സിലെ ഓരോ എലമെൻറ്റും എത്രാമത്തെ പൊസിഷനിലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ E1ൽ 10th എലമെൻറ്റ് ഏതാ? x110. അത് നമുക്ക് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് പറ്റുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കുകയാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ എലമെൻറ്റ്സിനെ ഡയഗണൽ വൈസ് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ എന്യൂമറേഷൻ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഫോർ ദാറ്റ് ഐ കൺസിഡർ x11, x12, x13 മെട്രിക്സ് അറേഞ്ച്മെൻറ്റിൽ എഴുതുക. x21, x22, x23 എക്സെട്ര, x31, x32, x33 എക്സെട്ര, എക്സെട്ര എക്സെട്ര, xn1, xn2, xn3 എക്സെട്ര, xnn എക്സെട്ര. ഇങ്ങനെ പോകുന്നു. ദെൻ ഐ വിൽ കട്ട് ദീസ് എലമെൻറ്റ്സ് ഇൻ ഡയഗണൽ വേ. ഞാനിങ്ങനെ ഡയഗണൽ വേസിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡയഗണൽ വേസിൽ കട്ട് ചെയ്യുന്നു. സോ ദീസ് എലമെൻറ്റ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ആസ്, നൗ ദീസ് എലമെൻറ്റ്സ് ക്യാൻ ബി അറേഞ്ച്ഡ് ആസ് x11. From the first diagonal it is x11 only. From the second diagonal there are two elements x21, x12.
And from the third element, third diagonal, there are x31, x22, x13. And from the fourth, x41, x32, x23 and x14, etc. From nth position, we will have xn1 and xn minus 2, 2, xn minus 3, 3, etc. x1n and etc. So this will be the arrangement of diagonal wise elements. Now I am going to group these elements in such a way that first one element and other two elements, next 3 elements, next 4 elements, etc. etc. and n elements, n plus 1 elements, etc. ഞാൻ ഇങ്ങനെ എലമെൻസിനെ ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, ദെൻ ഐ construct a subset of these collection S. Okay, construct a subset T of capital S, T of capital S such that T equal to x1 star, x2 star, x3 star, etc. So these are elements from this collection and this is defined or this is constructed such a way that എങ്ങനെ ഞാൻ constructed എന്ന് വെച്ചാൽ here the x1 star will be x11 itself. x1 star എന്ന് പറയുന്നത് x11 തന്നെ, കാരണം ഫസ്റ്റ് പെയറിൽ നിന്നും ആ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്നും ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ. ആൻഡ് x2 star is any one representative element from this pair, either it is x21 or x12, so which is a representator from group of elements xnm whose suffix sum is n plus 1. Whose suffix sum is, or xij, I will tell, not xij, whose suffix sum is xn plus xij, sorry, elements xij whose suffix sum is I plus j equal to n plus 1. Okay, so note that here the suffix sum is 2 and here the suffix sum is 3 and here it is 3 plus 1 4, 2 plus 2 4, 1 plus 3 4 and it is 5, etc. So nth group has suffix sum is n plus 1. So അങ്ങനെയാണ് ഞാൻ റെപ്രസെൻറ്റേറ്റീവ്സിനെ എടുക്കുന്നത്. So x2 star representative elements from the group xij whose degree sum suffix sum is actually n plus 1 equal to here it is 3, etc. Then what is xn star? The representer from group of elements xij whose suffix sum I plus j is equal to n plus 1. Here it is 3. Okay. Then T is clearly a subset of capital S. And I can say that this T is one-to-one correspondence with the natural number. Here നമുക്ക് ഏത് ടേമിനെയും എത്രാമത്തെ എലമെൻ്റ് ആണ് വേഗം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. സോ വാട്ട് ഇസ് ദ 60th element? x60 star. And what is this? Which is a representator from group of elements whose suffix sum is 60 plus 1, 61. Correct. So ഇവിടെ നമുക്ക് ഓരോ എലമെൻറ്റിനും എനോമറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് എനിക്കിതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. സോ and there exists a one-to-one correspondence between set of natural numbers and T. Therefore T is countable. And therefore S is countable. Why S is countable? Because ടിയിലെ എലമെൻറ്റ്സ് കൗണ്ടബിൾ ആണെങ്കിൽ ഇതിനെ നമ്മൾ ഗ്രൂപ്പാക്കി അറേഞ്ച് ചെയ്താൽ പോരെ അല്ലേ. ഇതിൻ്റെ ടി കൗണ്ടബിൾ ആണെങ്കിൽ ഇതിനനുസരിച്ചുള്ള എലമെൻറ്റ്സ്, ഇപ്പോൾ ടിയിലെ എലമെൻറ്റ്സും എസ്സിലെ എലമെൻറ്റ്സും തമ്മിൽ 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടാക്കാൻ പറ്റും എനിക്ക്. എങ്ങനെയാണ്? സിൻസ് therefore S is countable since there exists a one-to-one correspondence between T and S. And what is that correspondence? x1 star is mapped into x11 and x2 star is mapped into this pair and x3 star is mapped into this triplet and x4 star will be quadrant and etc. അല്ലേ. അപ്പോൾ അവിടെ ഒരു 1-to-1 കറസ്പോണ്ടൻസ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ടിയും എസ്സും എന്തായി മാറും? 1-to-1 കറസ്പോണ്ടൻസിലായി മാറും. അതുകൊണ്ടാണ് എസ് കൗണ്ടബിൾ ആണ്. therefore countable union of countable set is countable. Countable set is countable.
So next is a theorem. Let capital A be a countable set, okay, and B and B set of all n tuples where each ai's are taken from capital A. And also note that A1, A2, etc. an are need not be distinct, then Bn is countable. So what does that mean? Suppose we have a countable set A. Let A be a countable set, okay. ആ കൗണ്ടബിൾ സെറ്റിൽ നിന്നും ഫോം ചെയ്യാൻ പറ്റുന്ന എല്ലാ n ടപ്പിൾസിൻ്റെയും കളക്ഷൻ എടുക്കുന്നു. Countable set. What is Bn? Bn equal to collection of all n tuples A1, A2, etc. an such that AK in capital A. A capital A യിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ n ടപ്പിൾസിൻ്റെയും കളക്ഷൻ. That is the meaning. Etc. n. ഈ Bn കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ആൻഡ് ആൾസോ നോട്ട് ദാറ്റ് A1, A2, etc. an are not be distinct. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ എല്ലാവരും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പേഴ്സ് മാത്രമേ എടുക്കണമെന്നല്ല, സെയിം ആയിട്ടുള്ള പേഴ്സും വരാം. ഫോർ എക്സാമ്പിൾ 1, 1, 1, 1 എക്സെട്ര, 1, 2, 1, 2, 1, 2 എക്സെട്ര. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സും ആ പറയുന്ന n ടപ്പിൾസിൽ ഉണ്ടാവാം. അങ്ങനെ എല്ലാ പോസിബിലിറ്റിയും നമുക്ക് എടുക്കാം എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാ പോസിബിലിറ്റി എടുത്തിട്ടും ഒരു കൗണ്ടബിൾ സെറ്റിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുന്ന n ടപ്പിൾസിൻ്റെ കളക്ഷൻസ് കൗണ്ടബിൾ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ Bn കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ് പ്രൂവ് ചെയ്യാൻ പോണത്. Okay, so we will use mathematical induction to prove this Bn is countable. Okay, so use mathematical induction to prove Bn is countable. ഇപ്പോൾ ഇൻഡക്ഷൻ ഉപയോഗിക്കാൻ വേണ്ടി ഫസ്റ്റ് ഐ കൺസിഡർ B1. വാട്ട് ഈസ് B1? സെറ്റ് ഓഫ് ഓൾ വൺ ടപ്പിൾ. വാട്ട് ഈസ് വൺ ടപ്പിൾ? സിംഗിൾട്ടൺ സെറ്റ് A സച്ച് ദാറ്റ് A വേരിയിങ് ഓവർ ക്യാപിറ്റൽ A. ദിറ്റ് വിൽ ബി B1 അല്ലേ. Bn പറഞ്ഞാൽ n ടപ്പിൾ, ഇപ്പോൾ B1 പറഞ്ഞാൽ വൺ ടപ്പിൾ. വൺ ടപ്പിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സിംഗിൾട്ടൺ എലമെൻറ്റ്സ്. ഓക്കെ, സോ A ബിലോങ്സ് ടു ക്യാപിറ്റൽ A. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ കാർഡിനാലിറ്റി ഓഫ് B1 ആക്ച്വലി? ഹൗ മെനി എലമെൻറ്റ്സ് ഇൻ ക്യാപിറ്റൽ എ ദാറ്റ് വിൽ ബി ഈക്വൽ ഇൻ ടു ക്യാപിറ്റൽ B1 അല്ലേ. എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അവരിനെയൊക്കെ സിംഗിൾട്ടൺസ് ആക്കി എഴുതണം എന്ന് പറഞ്ഞാൽ ദിസ് B1 ഷുവർലി വിൽ ഈക്വൽ ഇൻ ടു ക്യാപിറ്റൽ എ. കാരണം ഇതിന് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്ര എലമെൻറ്റ്സ് ഇവിടെ വേരി ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആൻഡ് വി ഹാവ് ക്യാപിറ്റൽ എ ഈസ് കൗണ്ടബിൾ. ഒരു സെറ്റ് കൗണ്ടബിൾ ആണ്, മറ്റൊരു സെറ്റ് അതിനോട് ഇക്വലൻ്റ് ആയി കഴിഞ്ഞാൽ B1 എന്തായി മാറും? കൗണ്ടബിൾ ആയി മാറും അല്ലേ. സിൻസ് A ഈസ് കൗണ്ടബിൾ, B1 ഈസ് കൗണ്ടബിൾ. B1 is countable. Therefore, by induction P of 1 is true. Now, we will assume that B1, B2, B3, etc. Bn minus 1 are countable, and we will prove that Bn is countable. Now, assume Bn minus 1 is countable for every countable for no. ഓക്കെ, ഇവിടെ ഫോർ ഓൾഡ് ആവശ്യമില്ല അല്ലെ. Bn മൈനസ് 1 ഈസ് കൗണ്ടബിൾ എന്ന് അസ്യൂം ചെയ്തു. അപ് ടു n വരെ കൗണ്ടബിൾ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. വി വിൽ പ്രൂവ് ദറ്റ് Bn ഈസ് കൗണ്ടബിൾ, റൈറ്റ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് Bn മൈനസ് 1? Bn മൈനസ് 1 എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓൾ n മൈനസ് 1 ടപ്പിൾ A1, A2, etc. An മൈനസ് 1 സച്ച് ദാറ്റ് ഈച്ച് A ഇൻസ് ക്യാപിറ്റൽ A I ഈക്വൽ ടു 1, 2, 3, etc. n മൈനസ് 1. ഓരോ എയും ക്യാപിറ്റൽ എയിൽ നിന്നും എടുത്തതാണ്. n മൈനസ് 1 ടപ്പിൾസിൻ്റെ കളക്ഷനാണ് Bn മൈനസ് 1. ഓക്കെ, ആൻഡ് വി ഹാവ് അസ്യൂംഡ് ദാറ്റ് B മൈനസ് 1 ഈസ് കൗണ്ടബിൾ. റെഡി. ഇനി കൺസിഡർ Bnനും Bn മൈനസ് 1 തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഇവിടെ n മൈനസ് 1 ടപ്പിൾ, ഇവിടെ n ടപ്പിൾ, അത്രയല്ലേ വ്യത്യാസമുള്ളൂ. സോ ഇഫ് യു ടേക്ക് എനി എലമെൻറ്റ്, ദെൻ എനി എലമെൻറ്റ് B1, ഓക്കെ, സം A1, A2, etc. An മൈനസ് 1, An ബിലോങ്സ് ടു Bn. Bnലെ ഏതൊരു എലമെൻറ്റ് n ടപ്പിൾ A1, A2, etc. An എടുത്തു കഴിഞ്ഞാലും ദാറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് സം ഐ വിൽ ടേക്ക് ഒരു B1 എഴുതാം ഞാനിതിനെ. B1 അല്ലെങ്കിൽ B, An where V equal to A1, A2, etc. An minus 1. സോ ഈ n ടപ്പിളിനെ എനിക്ക് വേണമെങ്കിൽ ഒരു ഓർഡേർഡ് പെയറായിട്ട് കാണാൻ പറ്റും. ഇതിൽ ലാസ്റ്റ് എൻട്രി An ഫിക്സ്ഡ് ആണ്. A1 മുതൽ An മൈനസ് 1 വരെയുള്ള n മൈനസ് 1 ടപ്പിളിനെ ഞാൻ ഒറ്റ എലമെൻ്റായ B ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ B എന്താണ് ഇവിടെ? A1, A2, etc. An മൈനസ് 1. അപ്പോൾ Bയും Anനും കൂടി ചേരുമ്പോൾ വി വിൽ ഗെറ്റ് ദി n ടപ്പിൾ A1, A2, etc. An മൈനസ് 1. കറക്റ്റ്.
അപ്പോൾ ഏതൊരു ക്യാപിറ്റൽ ബി എന്നിലെ എലമെൻറ്റിനെയും എനിക്ക് ഓർഡേർഡ് പെയർ ബി കോമ എ എൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അവിടെ ബി എന്ന് പറയുന്ന എലമെൻറ്റ് ഒരു n-1 ടപ്പിളാണ്. ഈ n-1 ടപ്പിളൊക്കെ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്? ബി n-1ലാണ്. അപ്പോൾ ഈ ബി പറയുന്ന എലമെൻറ്റ് എവിടെയുള്ളത്? n-1ലാണ്. റെഡി. സോ എന്താ ഞാൻ പറഞ്ഞു തരണമെന്ന് വെച്ചാൽ ബി എന്നിലെ ഓരോ എലമെൻറ്റിനെയും ബി എന്നിലെ ഓരോ n ടപ്പിളിനെയും എനിക്ക് ഓർഡേർഡ് പെയർ ബി എ എൻ ആയിട്ട് കൺസിഡർ ചെയ്യാം വേർ ദ ഫസ്റ്റ് എൻട്രി ബി ബിലോങ്സ് ടു ബി n-1. ഓക്കെ. therefore ബി എന്നിനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാൻ നോക്കൂ? കളക്ഷൻ ഓഫ് ഓൾ ഓർഡേർഡ് പെയർ ബി എ സച്ച് ദാറ്റ് എ എന്നിന് പകരം എ എൻ പറഞ്ഞ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അതിനെ എ എന്ന് എഴുതി കേട്ടോ. ഇത്രേ വ്യത്യാസമുള്ളൂ. ബി എ വേർ ബി ബിലോങ്സ് ടു ബി n-1. ഈ ബി പറയുന്ന എലമെൻറ്റ് ബി n-1ലാണ്ട് ആൻഡ് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. എ പറഞ്ഞാൽ എ എൻ അല്ലേ? എ എൻ എവിടെയാണ് വേരി ചെയ്യുന്നത്? എ എൻ ഒക്കെ ക്യാപിറ്റൽ എയിലാണ് വേരി ചെയ്യുന്നത്. ഓക്കെ. സോ ബി എൻ ക്യാൻ ബി കൺസിഡർഡ് ആസ് ഓർഡേർഡ് പെയർ ബി എ സച്ച് ദാറ്റ് ബി n-1 ആൻഡ് എ ഇൻ എ. ഇങ്ങനെയാക്കി എനിക്ക് ബി എന്നെ കൺസിഡർ ചെയ്യാം. ഇനി നോക്കൂ, ഞാൻ ഈ ബിനെ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നു. നൗ ഫിക്സ് സം ബി ഇൻ ബി n-1. ദെൻ കൺസിഡർ ദി കളക്ഷൻ. എന്നിട്ട് ഞാനൊരു കളക്ഷൻ കൺസിഡർ ചെയ്തു. കൺസിഡർ ദി കളക്ഷൻ ബി ബി. ഒരു ബി ഫിക്സ് ചെയ്തതുകൊണ്ട് ഞാനിതിന് പുതിയ പേര് കൊടുത്തു ബി ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ബി കോമ എ സച്ച് ദാറ്റ് എ വേരിയിങ് ഓവർ ക്യാപിറ്റൽ എ. സോ ദിസ് കളക്ഷനിൽ നിന്നും ഒരു എലമെൻറ്റ് ഫിക്സ് ചെയ്തു, ഫസ്റ്റ് എൻട്രി ഫിക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് എൻട്രി മാത്രം വേരി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ബി ബിലോങ്സ് ടു ബി n-1 ഇവിടെ എഴുതാത്തത്. ബിക്കോസ് ദീസ് ബി ഈസ് ഫിക്സ്ഡ്. ഈ ബി എന്നിൽ ഒരു ബി ഫിക്സ് ചെയ്തിട്ടുള്ള കളക്ഷനാണ് ഇത്. അപ്പോൾ ഇവിടുത്തെ എലമെൻറ്റ്സ് ഒക്കെ ഇവിടെ നിന്ന് എടുത്തത് തന്നെയാണ്, പക്ഷേ ബീനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 1A 2A 3A 4A അങ്ങനെ നമ്മൾ എഴുതില്ലേ ഫസ്റ്റ് എൻട്രി ഫിക്സ് ചെയ്തിട്ട്. ദാറ്റ് കൈൻഡ് ഓഫ് എലമെൻറ്റ്സ് ആണ് ബി ബി എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ബി ബി കൗണ്ടബിൾ ആണെന്ന് പറയാൻ പറ്റുമോ? യെസ്, പറയാം. കാരണം ബി ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? എത്ര ഓർഡേർഡ് പെയേഴ്സ് ഉണ്ട്? ഈ ബി ഫിക്സ്ഡ് ആയ കാരണം എകൾ മാറുന്നത് എത്ര എണ്ണം ആയിരിക്കും? അത്ര എണ്ണേ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക അല്ലേ? സോ ഹൗ മെനി എ വിൽ ബി ചേഞ്ച്ഡ്? എത്ര എ ചേഞ്ച് ചെയ്യുന്നു വെച്ചാൽ ക്യാപിറ്റൽ എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും എകൾ വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ ക്യാപിറ്റൽ എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത്രയും എലമെൻറ്റ്സ് ഓർഡേർഡ് പെയേഴ്സ് ആയിരിക്കും ബി ബിയിൽ കിട്ടുന്നത്. സോ വിച്ച് മീൻസ് ദാറ്റ് ദിസ് ബി ബി ഈസ് ആക്ച്വലി ഈക്വലൻറ്റ് ടു ക്യാപിറ്റൽ എ. കാരണം ക്യാപിറ്റൽ എയിൽ എലമെൻറ്റ്സിൻ്റെ വേരിയേഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടുത്തെ എലമെൻറ്റ്സുകൾ ഉണ്ടാവുന്നത്. സോ ദാറ്റ് ക്യാപിറ്റൽ ബി വിൽ ബി ഈക്വലൻറ്റ് ടു ക്യാപിറ്റൽ എ. ഓക്കെ. സോ ക്യാപിറ്റൽ എ അഗെയിൻ സിൻസ് ക്യാപിറ്റൽ എ കൗണ്ടബിൾ ആയതുകൊണ്ട് ബി ബി ഈസ് കൗണ്ടബിൾ. ബി ബി ഈസ് കൗണ്ടബിൾ സിൻസ് ക്യാപിറ്റൽ എ ഈസ് കൗണ്ടബിൾ. ക്യാപിറ്റൽ എ കൗണ്ടബിൾ ആയതുകൊണ്ട് ഈ പറയുന്ന ബി ബിയും കൗണ്ടബിൾ ആണ് ഫോർ എ ഫിക്സ്ഡ് ബി. കൗണ്ടബിൾ ഫോർ എ ഫിക്സ്ഡ് ബി. ഒരു ബി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ബി ബി എന്ന് പറയുന്ന കളക്ഷൻ എന്താവുന്നു? കൗണ്ടബിൾ ആയിട്ട് മാറുന്നു. ഓക്കെ. അപ്പോൾ ബി ബി കൗണ്ടബിൾ ആണെന്ന് മനസ്സിലായി. ഇനി വീണ്ടും ഞാൻ ബി എന്നിലേക്ക് വരികയാണ്. വാട്ട് ഈസ് ബി എൻ? കളക്ഷൻ ഓഫ് ഓൾ ഓർഡേർഡ് പെയർ ബി എ സച്ച് ദാറ്റ് ബി n-1, എ ഇൻ ക്യാപിറ്റൽ എ. ഇതായിരുന്നു. ഇതിനെ നമ്മൾ ബി ബി ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? ഇവിടെ ഒരു ബി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബി ആണ്. ഫിക്സ് ചെയ്യാതിരുന്നാലോ? അപ്പം ഞാൻ ഈ ബി എൻ എങ്ങനെ എഴുതാൻ നോക്കൂ. ബി ബി യൂണിയൻ ബി ഇൻ ബി n-1 ഇങ്ങനെ എഴുതിക്കൂടെ? എല്ലാ ബി ബികളുടെയും യൂണിയൻ എടുക്കുക. ഈ ബി n-1 വേരി ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് വിച്ച് ഈസ് സെയിം ആസ് ദിസ് കളക്ഷൻ. ഇവിടുത്തെ ബി ഫിക്സ്ഡ് ആണ്. ഈ ഫിക്സ് ചെയ്ത ബീനെ മാറ്റിക്കൊണ്ടിരുന്നാൽ എന്ത് കിട്ടും? ഇത് തന്നെ കിട്ടും. സോ വി ആർ ടേക്കിംഗ് ദ യൂണിയൻ ഓഫ് ഓൾ ബി ബീസ് വെർ ബി വേരീസ് ഓവർ ബി n-1. അപ്പോൾ നമ്മുടെ ബി എൻ എന്ന് പറയുന്ന സെറ്റ് ഈ യൂണിയനോട് ഈക്വലൻ്റ് ആയിട്ട് മാറും. ഓക്കെ. ഇനി നമുക്കറിയാം ഓരോ ബി ബിയും കൗണ്ടബിൾ ആണ്. ബി n-1 കൗണ്ടബിൾ ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ ആൻഡ് ബൈ പ്രീവിയസ് തിയറം നമ്മൾ തൊട്ട് മുമ്പിൽ ഒരു കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു തിയറം ചെയ്തിട്ടുണ്ടായിരുന്നു, കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ് ഈസ് കൗണ്ടബിൾ എന്ന്. സോ യൂസിങ് ദാറ്റ് ഐഡിയ, സിൻസ് ബി ബി ഈസ് കൗണ്ടബിൾ ആൻഡ് ബി n-1 is countable, bn is countable, implies bn is countable. What is the reason? The reason is countable union of countable set is countable. So here BB is countable and this union എത്ര bn-1 ഉണ്ടോ അത്രയുണ്ട് and bn-1 countable ആണ്. So this union will become countable union of countable sets. Therefore bn is countable. Therefore by induction all bn's are countable. Therefore by induction all ordered pairs are bn is countable for every n.
കൗണ്ടബിൾ സെറ്റിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുന്ന n ടപ്പിൾസിൻ്റെ കളക്ഷൻ കൗണ്ടബിൾ ആണ് എന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത്. ഇനി ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് സെറ്റ് ഓഫ് റാഷണൽസ് കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഈസ് ദ കൊറോളറി ഓഫ് ദിസ് റിസൾട്ട്. കൊറോളറി, സെറ്റ് ഓഫ് ഓൾ റാഷണൽസ് ആർ കൗണ്ടബിൾ. സെറ്റ് ഓഫ് റാഷണൽസ് ആർ കൗണ്ടബിൾ എന്ന് പ്രൂവ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. സോ അതിൻ്റെ പ്രൂഫിന് വേണ്ടി ഐ ടേക്ക് സോ ഇൻ ഓർഡർ ടു പ്രൂവ് ദിസ് തിയറം എനിക്കൊരു കൗണ്ടബിൾ സെറ്റ് വേണം. അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന n ടപ്പിൾസിൻ്റെ കളക്ഷൻ, അത് 1 ടപ്പിളോ 2 ടപ്പിളോ എന്ത് വേണമെങ്കിലും ആവാം. ആക്ച്വലി നമുക്കറിയാം സെറ്റ് ഓഫ് റാഷണൽസ് ക്യൂവിൽ നിന്ന് ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ സ്മോൾ ഇഫ് എ ഈസ് എൻ എലമെൻറ്റ് ഇൻ ക്യൂ, you consider a rational number in Q, then A can be written some P by Q where Q is non-zero, Pയും Qയും ഇൻറ്റീജേഴ്സ് ആയിരിക്കും. ഇങ്ങനെയാണല്ലോ ഒരു റാഷണൽ ഫോമിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി റാഷണൽ നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് P by Q, Q non-zero and P and Q are ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഇവിടെ ഇൻറ്റീജേഴ്സിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള P by Q ഫോർമാറ്റുള്ള കളക്ഷനാണ് നമ്മുടെ റാഷണൽസ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ സെഡ് എന്ന് പറയുന്ന സെറ്റിനെയാണ് എൻ്റെ എ എന്ന് പറയുന്ന സെറ്റാക്കി ഡിഫൈൻ ചെയ്യുന്നത്. ടേക്ക് ക്യാപിറ്റൽ A ഈക്വൽ ടു സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്. ദെൻ ക്യാപിറ്റൽ എ ഇസ് എ കൗണ്ടബിൾ സെറ്റ്. സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് കൗണ്ടബിൾ ആയിട്ടുള്ളൊരു സെറ്റാണ്. ബിക്കോസ് അതും നാച്ചുറൽ നമ്പേഴ്സും തമ്മിൽ ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ എ ഇസ് എ കൗണ്ടബിൾ സെറ്റ്. ക്യാപിറ്റൽ എ ഇസ് എ കൗണ്ടബിൾ സെറ്റ്. ഓക്കെ, അപ്പോൾ എ കൗണ്ടബിൾ സെറ്റ് ആണെങ്കിൽ ഐ ഡിഫൈൻ വാട്ട് ഈസ് B2. തിയറത്തിൽ പ്രകാരം Bn എന്ന് പറഞ്ഞാൽ n ടപ്പിളാണ്. അപ്പോൾ B2 എന്തായിരുന്നു? കളക്ഷൻ ഓഫ് ഓൾ പെയേഴ്സ് A1 A2 സച്ച് ദാറ്റ് AI ബിലോങ്സ് ടു ക്യാപിറ്റൽ A. AI ബിലോങ്സ് ടു ക്യാപിറ്റൽ A. ഇതാണ് B2. സോ ഇവിടെ ഇങ്ങനെ തന്നെ എഴുതുമ്പോൾ B2 വിൽ ബി ഈക്വൽ ടു കളക്ഷൻ ഓഫ് ഓൾ A1 A2 സച്ച് ദാറ്റ് AI ബിലോങ്സ് ടു ഇൻറ്റീജേഴ്സ് സെറ്റ്. ഓക്കെ, therefore by previous theorem B2 is countable. കൗണ്ടബിൾ സെറ്റായ ഇൻറ്റീജേഴ്സിൽ നിന്നും എടുക്കുന്ന 2 ടപ്പിൾസ് അല്ലെങ്കിൽ പെയേഴ്സിൻ്റെ കളക്ഷൻ കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് B2 കൗണ്ടബിൾ ആണ്. ഓക്കെ, ദെൻ ഞാൻ റാഷണൽ നമ്പേഴ്സിൽ നിന്നും ഈ B2 എന്ന് പറയുന്ന സെറ്റിലേക്ക് ഒരു 1-to-1 മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിച്ചു കഴിഞ്ഞാൽ, 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? B2 കൗണ്ടബിൾ ആയതുകൊണ്ട് റാഷണൽസും കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. നൗ ഡിഫൈൻ എ മാപ്പ്, ഡിഫൈൻ എ ഫംഗ്ഷൻ f ഫ്രം സെറ്റ് ഓഫ് ഓൾ such that from Q to B2 defined by f of ഏത് റാഷണൽ നമ്പറിൻ്റെ ഫോർമാറ്റും P by Q ആണ് അല്ലേ? Q non-zero ആണ്. സോ വിച്ച് വിൽ ബി മാപ്ഡ് ഇൻ ടു ദ പെയർ PQ. P by Q എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ പെയർ PQ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ റാഷണൽ നമ്പേഴ്സിനും B2ലെ പെയേഴ്സിലേക്ക് എനിക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. ദെൻ ദിസ് f വിൽ ബി 1 1 ആൻഡ് on 2. ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എന്തായി മാറുന്നു? 1-to-1 കറസ്പോണ്ടൻസ് ആയി മാറും. സിൻസ് B2 ഈസ് കൗണ്ടബിൾ, Q ഈസ് കൗണ്ടബിൾ. അപ്പോൾ B2 കൗണ്ടബിൾ ആയതുകൊണ്ട് റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആയിട്ട് മാറും. സോ യൂസിങ് ദിസ് തിയറം വി ക്യാൻ പ്രൂവ് ദാറ്റ് റാഷണൽ നമ്പേഴ്സ് ആർ കൗണ്ടബിൾ. ആക്ച്വലി വേണമെങ്കിൽ ഇവിടെ ഒരു സംശയം തോന്നാം, B2ലെ എല്ലാ പെയേഴ്സും ഉണ്ടല്ലോ, ഇവിടെ ഡിനോമിനേറ്റർ 0 ആവുന്ന പെയേഴ്സ് ഇവിടെ ഇല്ലല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് എ 1-to-1 കറസ്പോണ്ടൻസ് വിത്ത് റാഷണൽ നമ്പേഴ്സ് ആൻഡ് സബ്സെറ്റ് ഓഫ് B2. ആക്ച്വലി സബ്സെറ്റ് ഓഫ് B2, കാരണം ഇവിടുത്തെ സെക്കൻഡ് കോർഡിനേറ്റ് ആയ Q എന്ന് പറയുന്ന A2 എന്ന് പറയുന്ന ആൾ എന്താവുന്നില്ല? 0 ആവുന്നില്ലല്ലോ. ഡിനോമിനേറ്റർ 0 ആകാത്ത എലമെൻറ്റ്സ് മാത്രമല്ലേ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നുള്ളൂ. സോ ഐ ക്യാൻ സേ ദാറ്റ് ദർ ഈസ് എ 1-to-1 കറസ്പോണ്ടൻസ് വിത്ത് എ സബ്സെറ്റ് ഓഫ് B2 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം? റാഷണൽസ് കൗണ്ടബിൾ ആണ്. സോ ഇതേ സെക്ഷനിൽ വരുന്ന മറ്റൊരു റിസൾട്ടാണ് ലെറ്റ് ക്യാപിറ്റൽ A ബി ദ സെറ്റ് ഓഫ് ഓൾ സീക്വൻസസ് ഹൂസ് എലമെൻറ്റ്സ് ആർ ദ ഡിജിറ്റ് 0 and 1 ദെൻ ക്യാപിറ്റൽ A ഈസ് കൗണ്ടബിൾ. സോ ഇവിടെ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ A എന്ന് പറയുന്ന സെറ്റ് കുറേ സീക്വൻസസിൻ്റെ കളക്ഷനാണ്. ആ സീക്വൻസസ് എങ്ങനെ ഫോം ചെയ്തതെന്ന് വെച്ചാൽ 0 and 1 എന്ന് പറയുന്ന 2 നമ്പേഴ്സ് മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള സീക്വൻസസ് ആണ്. ഫോർ എക്സാമ്പിൾ ദ കോൺസ്റ്റൻറ്റ് സീക്വൻസ് 1 1 1 എക്സെട്ര, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് സീക്വൻസ് 0 0 0 എക്സെട്ര, അല്ലെങ്കിൽ സീക്വൻസ് 1 0 1 0 1 0 എക്സെട്ര, അല്ലെങ്കിൽ 1 0 0 0 എക്സെട്ര.
അങ്ങനെ 0യും 1ഉം മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള സീക്വൻസുകളുടെ കളക്ഷനാണ് ക്യാപിറ്റൽ എ. സോ ക്യാപിറ്റൽ എയിലുള്ള എലമെൻസുകൾ ഇങ്ങനെയുള്ള സീക്വൻസുകളാണ്. ഇവിടുത്തെ എലമെൻസ് അല്ല, ക്യാപിറ്റൽ എയിലെ ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസാണ്. ആ സീക്വൻസിൽ 1ഉം 0യും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 1ഉം 0യും മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള സീക്വൻസുകളുടെ കളക്ഷനാണ് ക്യാപിറ്റൽ എ. സോ വി നീഡ് ടു പ്രൂവ് ദാറ്റ് ദിസ് ക്യാപിറ്റൽ എ ഈസ് ആക്ച്വലി നോട്ട് കൗണ്ടബിൾ, അൺകൗണ്ടബിൾ. ഐ എം സോറി. ദെൻ ക്യാപിറ്റൽ എ ഈസ് അൺകൗണ്ടബിൾ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സീക്വൻസ് കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നോക്കൂ, ഇപ്പോൾ ഒറ്റ എലമെൻറ്റ് മാത്രം ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന സീക്വൻസിൻ്റെ കളക്ഷൻ അപ്പോൾ കൗണ്ടബിൾ ആണോ? ഇതിപ്പോൾ 2 എലമെൻ്റായ 1ഉം 0യും ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള സീക്വൻസുകളുടെ കളക്ഷനാണ്. സോ ഇഫ് ദർ ഈസ് ഓൺലി 1 ഡിജിറ്റോ, ഏതെങ്കിലും ഒറ്റ ഡിജിറ്റ് കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന സീക്വൻസ് ഏതാണ്? സോ 1 മാത്രം ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി 1 ദ കോൺസ്റ്റൻറ്റ് സീക്വൻസ് 1 1 1. അല്ലെങ്കിൽ 0 മാത്രം ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു സീക്വൻസ് പറഞ്ഞാൽ 0 0 0 എക്സെട്ര കോൺസ്റ്റൻറ്റ് സീക്വൻസ്. സോ ആ കളക്ഷൻ എന്താണ്? ഫൈനൈറ്റ് ആണ്. അവിടെ എത്ര എലമെൻറ്റേ ഉള്ളൂ, എത്ര സീക്വൻസേ ഉള്ളൂ? ഒറ്റ സീക്വൻസേ ഉള്ളൂ. സോ ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് കൗണ്ടബിൾ. ഇവിടെ ഒന്നല്ല 2 എൻട്രീസ് എടുത്തു, 2 1ഉം 0യും രണ്ടും എടുത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2 എലമെൻറ്റ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സീക്വൻസിൻ്റെ കളക്ഷൻ അൺകൗണ്ടബിൾ. എത്ര ഉണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല അല്ലെ. കൗണ്ടബിൾ എന്ന് വെച്ചാൽ അതിനൊരു എന്യൂമറേഷൻ പോലും ഇല്ല, ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റിൽ പോലും അത് എഴുതാൻ എനിക്ക് പറ്റത്തില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്രയും എമൗണ്ട് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ അത്രയും എമൗണ്ട് ഓഫ് എലമെൻറ്റ്സ് ആവുന്ന സീക്വൻസസുകൾ ആ കളക്ഷനിലുണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഞാൻ ഇവിടെ അൺകൗണ്ടബിൾ എന്ന് പ്രൂവ് ചെയ്തതുകൊണ്ട് നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് പ്രൂഫ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ സപ്പോസ് എ ഈസ് കൗണ്ടബിൾ എന്ന് എടുത്തു. സപ്പോസ് എ ഈസ് കൗണ്ടബിൾ. ഓക്കെ, അപ്പോൾ എ കൗണ്ടബിൾ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എയിലുള്ള എലമെൻസിനെ സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എൻട്രീസ് ആക്കി അറേഞ്ച് ചെയ്യാൻ പറ്റുന്നു. ദെൻ എ ക്യാൻ ബി അറേഞ്ച്ഡ് ആസ് സീക്വൻസ് ഓഫ് distinct entries. Let it be S1, S2, S3 etc. ഈ S1, S2, S3 നടക്കാനുള്ള റീസൺ എലമെൻറ്റ്സ് ഒക്കെ സീക്വൻസസ് ആയതുകൊണ്ടാണ് കേട്ടോ. സിൻസ് ദ എലമെൻറ്റ്സ് ആർ സീക്വൻസസ് ഐ റെപ്രസെൻറ്റ് ഇറ്റ് എസ് S1. അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ സീക്വൻസ് 1 0. ഈ രണ്ടും ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള എന്തോ ഒരു സീക്വൻസ് ആണ്. സോ ഇതാണ് ക്യാപിറ്റൽ എയിലെ എലമെൻറ്റ്സ് എന്ന് ഞാൻ എടുത്തു. റെഡി. അപ്പോൾ കോൺട്രഡിക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഐ ആം ഗോയിങ് ടു ഡിഫൈൻ എ സീക്വൻസ്. ഞാനൊരു സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകണം. നൗ കൺസ്ട്രക്ട് എ സീക്വൻസ് യെസ്, പുതിയൊരു സീക്വൻസ് എസ് എന്ന് പറയുന്നൊരു സീക്വൻസ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകണം. അതിന് നമുക്കറിയാം ഒരു സീക്വൻസിന് എപ്പോഴും ഒരു nth ടേം ഉണ്ട് അല്ലേ. എന്താ ആ nth ടേം ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ പൊസിഷൻ ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം എന്ന് കാണിക്കാൻ നമുക്കൊരു nth ടേമിന് ഫോർമാറ്റ് ഉണ്ടാവും. എല്ലാ സീക്വൻസിലും നമുക്കൊരു nth ടേം ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഈ പുതുതായി ഉണ്ടാക്കാൻ പോകുന്ന കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന പുതിയ സീക്വൻസ് എസിനും എനിക്കൊരു nth ടേം ഉണ്ടാവും. അപ്പോൾ എന്താണ് ആ nth ടേം എന്ന് വെച്ചാൽ whose nth term is പീസ് വൈസ് ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യണം കേട്ടോ. nth ടേം എന്ന് വെച്ചാൽ is 1 when the nth term of Sn is 0 and 0 vice versa. സോ പുതിയ ഉണ്ടാക്കിയ സീക്വൻസ് എസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ. എസിൻ്റെ nth ടേം 1 ആയിരിക്കും വെൻ ദ nth ടേം ഓഫ് Sn is 0. എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് കളക്ഷൻ ഓഫ് ഓൾ സീക്വൻസസിൻ്റെ എലമെൻസിനെ നമ്മൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ S1, S2 ഉണ്ട്, S3 ഉണ്ട്, എക്സെട്ര Sn ഉണ്ട് അല്ലേ. അപ്പോൾ ഈ സീക്വൻസുകളിൽ നിന്നുമാണ് ഞാൻ പുതിയൊരു സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ എസ് എങ്ങനെ ഡിഫൈൻ ചെയ്ത് നോക്കൂ. ആദ്യം നമ്മൾ S1 കൺസിഡർ ചെയ്തു. ഈ S1 ഒരു nth ടേം ഉണ്ടാവും. അതെന്തായിരിക്കും? ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. കാരണം ആ 2 എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടല്ലേ ഈ സീക്വൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ S1 nth ടേം നമ്മൾ എടുക്കുന്നു. S1 ഒരു സീക്വൻസ് ആണ്, അതിനൊരു nth ടേം ഉണ്ട്. S1 nth ടേം, അപ്പോൾ ഇവിടെ nth ടേം ഓഫ് Sn എന്നാണ് പറഞ്ഞത്. അപ്പോൾ S1 ഫസ്റ്റ് ടേമാണ് നമ്മൾ നോക്കേണ്ടത്. S1 ഫസ്റ്റ് ടേം 0 ആണെങ്കിൽ നിങ്ങൾ S എന്ന് പറഞ്ഞാൽ പുതിയ സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നോക്കൂ. S1 ആദ്യം കൺസിഡർ ചെയ്യുന്നു. S1 ഫസ്റ്റ് ടേം 0 ആണെങ്കിൽ 1 എടുക്കുക, 1 ആണെങ്കിൽ 0 എടുക്കുക. റൈറ്റ്. ഇനി S2 സെക്കൻഡ് ടേം എടുക്കുക. S2 സെക്കൻഡ് ടേം 1 ആണെങ്കിൽ 0 എടുക്കുക, 0 ആണെങ്കിൽ 1 എടുക്കുക. S3 തേർഡ് ടേം നോക്കുക. 1 ആണെങ്കിൽ 0 എടുക്കുക, 0 ആണെങ്കിൽ 1 എടുക്കുക. അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഈ സീക്വൻസിലും എങ്ങനെയുള്ള എൻട്രീസ് മാത്രമേ വരുന്നുണ്ടാവുള്ളൂ, ഐദർ 0 or 1. 0യും 1ഉം കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയ സീക്വൻസ് തന്നെ ആവുള്ളൂ. മാത്രമല്ല ഈ സീക്വൻസ് ഈ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായൊരു സീക്വൻസ് ആയിരിക്കും. കാരണം ഇതിൻ്റെ nth ടേം ഒരിക്കലും ഇതിൽ ഏതിൻ്റെ nth ടേമുമായിട്ടും സെയിം ആവില്ല. ബിക്കോസ് ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് എടുത്തിട്ടല്ലേ നമ്മൾ ഈ സീക്വൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് then this sequence S is different from all these Sn. ഈ എല്ലാ എസ്സിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള സീക്വൻസാണ് എസ്. ആൻഡ് ഇറ്റ്സ് എൻട്രീസ് ആർ, അതിൻ്റെ എൻട്രീസ് ഏത് മാത്രമേ ഉള്ളൂ, 0 and 1 only. therefore എന്ത് സംഭവിക്കും, എയിലുള്ള എലമെൻസുകൾ ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയൊരു സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുക ചെയ്തത് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഈ എസ് എന്ന് പറയുന്ന സീക്വൻസിൽ 0യും 1ഉം മാത്രമേ ഉള്ളൂ. പക്ഷേ ബട്ട് ദി സീക്വൻസ് എസ് ഈസ് നോട്ട് ബിലോങ്സ് ടു അവർ കളക്ഷൻ ഓഫ് ക്യാപിറ്റൽ എ. ഈ പറയുന്ന പുതിയ സീക്വൻസ് എസ് എവിടെയില്ല, ക്യാപിറ്റൽ എയിലില്ല. കാരണം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു സീക്വൻസാണ് നമ്മൾ ഉണ്ടാക്കിയത്. therefore this sequence S cannot be belongs to capital A, which is a contradiction because ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സീക്വൻസും ഇവിടെ ഉണ്ട് എന്നായിരുന്നു എൻ്റെ അസംഷൻ. അങ്ങനെയാണ് ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്ത് വെച്ചത്, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. സോ ഇതിപ്പോൾ പോസിബിൾ ആവാതിരുന്നതിൻ്റെ റീസൺ എന്താ, എ കൗണ്ടബിൾ ആണെന്ന് എടുത്തത് കൊണ്ടാണ്. സോ വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ ടു എ ഈസ് കൗണ്ടബിൾ. therefore A is uncountable. സോ 0യും 1ഉം മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സീക്വൻസുകളുടെ കളക്ഷൻ കൗണ്ടബിൾ ആണ്. സോ രണ്ട് എൻട്രീസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സീക്വൻസുകളുടെ കളക്ഷൻ അൺകൗണ്ടബിൾ ആണെങ്കിൽ കളക്ഷൻ ഓഫ് ഓൾ സീക്വൻസസ് എടുത്താൽ എന്താ സംഭവിക്കുക, ദാറ്റ് ഈസ് ഓൾവേസ് അൺകൗണ്ടബിൾ. അപ്പോൾ രണ്ട് എലമെൻറ്റ്സ് കൊണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സീക്വൻസുകൾ പോലും കൗണ്ടബിൾ ആവുന്നില്ല, അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, സോ ഈ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ്. സോ പ്രൂഫ് നന്നായിട്ട് നോക്കുക, നന്നായിട്ട് എഴുതി നോക്കിയാൽ തന്നെയാണ് നമുക്കത് ക്ലിയർ ആവുക. ആകെ ഇവിടെ ഓർക്കാനുള്ളത് പുതിയ സീക്വൻസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആ സീക്വൻസിൻ്റെ കൺസ്ട്രക്ഷൻ ഓരോ എസ്സിനിൽ നിന്നുമാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓരോ എസ്സിൻ്റെയും nth ടേം നോക്കുന്നു, റിവേഴ്സ് ആണ് nth ടേമായിട്ട് ചൂസ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.